ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനഭാഗമാണ്. ഈശോ തൻ്റെ ചങ്കായ ശിഷ്യന്മാരെ അധികാരവും ശക്തിയും കൊടുത്ത് അയക്കുകയാണ്. നമ്മുടെ വചനത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് ചെറിയ നിർദ്ദേശങ്ങളൊക്കെ ഈശോ കൊടുക്കുന്നുണ്ട്. വചനത്തിൻ്റെ സമാപനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ദൗത്യം സ്വീകരിച്ച പ്രിയപ്പെട്ട ശിഷ്യന്മാർ ദൈവകൃപയാൽ ആ ദൗത്യം അനുഗ്രഹപൂർണമായി പൂർത്തീകരിക്കുകയാണ്. പ്രശസ്തനായ ശില്പിക്ക് ഒരു ഉളി ഉണ്ടായിരുന്നു. ഉളി ഒരു ദിവസം വിചാരിക്കുകയാണ്, ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത് ശില്പിക്കല്ലല്ലോ, എനിക്കല്ലേ. അങ്ങനെ പണിയായുധങ്ങളുള്ള ആ ബോക്സിൽ നിന്ന് ഉളി പുറത്തു വന്ന് കല്ലിൽ മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയാണ്. എത്ര പരിശ്രമിച്ചിട്ടും ഒരു നല്ല പോറൽ പോലും കൊടുക്കാൻ ഉളിക്ക് പറ്റുന്നില്ല. പിറ്റേ ദിവസം ശില്പി വന്ന് ആ ഉളിയെ മൂർച്ച കൂട്ടി തൻ്റെ കരങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കുകയാണ്. ഇതിലെ ഉളി നമ്മളുടെ ഓരോരുത്തരും ദൗത്യമാണ്. ഇതിലെ ശില്പിയുടെ കരങ്ങൾ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. പത്രോസ്ലീഹ തൻ്റെ കഴിവും അറിവും വെച്ച് വല വീശി മീൻ പിടിക്കാൻ പോവാണ്. പക്ഷെ ആളെ കൊണ്ട് പറ്റണില്ല. ഈശോയോട് സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, ദേ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും എനിക്കൊരു പൊടി കുഞ്ഞ് മീനെ പോലും കിട്ടിയില്ല. ഈശോ പറയാണ്, ദേ ദവടെ വല എറിഞ്ഞോ, മീൻ കിട്ടിയിരിക്കും. ആ ദൈവകൃപയുടെ വാക്കുകൾ കേട്ട് പത്രോസ്ലീഹ വല എറിയുകയാണ്. അവിടെ മീൻ കിട്ടുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മളിന്ന് വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവകൃപ സ്വീകരിച്ച മോശ ദൈവദൂതനാൽ കാനാൻ ദേശത്തേക്ക് പോവുകയാണ്. കൃപയാണ് അവനെ വഴി നടത്തുന്നത്. എന്നാൽ പഴയ നിയമ വായനയിൽ യോനയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോന ദൗത്യവും കൃപയും സ്വീകരിക്കാൻ ഒരു വിമുഖത കാണിക്കുകയാണ്. അവിടെ അവൻ്റെ ജീവിതം നിരാശയിലേക്കും അസ്വസ്ഥതയിലേക്കും പോവാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയും ദൗത്യവും സ്വീകരിച്ചപ്പോൾ നിനവേ എന്ന ദേശത്തുള്ള 1,10,000 പേരെ മാനസാന്തരത്തിലേക്ക് യോന നയിക്കുകയാണ്. റോമാകർക്കെതിരെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവകൃപയാലാണ് ഈ വചനം ഞാൻ പങ്കുവയ്ക്കണേ. ദൈവകൃപയാലാണ് വിജാതിയുടെ അടുത്തേക്ക് ഞാൻ ഈ അയക്കപ്പെടുന്നത് പോലും. ദൈവകൃപയില്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തളർന്നു പോകും. വിവാഹം എന്ന കൂദാശയിൽ ബലിപീഠത്തിനടുത്ത് ഈശോയുടെ അടുത്ത് നമ്മൾ ഒരു ഉടമ്പടി എടുക്കല്ലേ, ഇന്നു മുതൽ മരണം വരെ ദൈവാനുഗ്രഹത്തിൽ ഒരുമിച്ച് ജീവിക്കുമെന്ന്. ചില സമയങ്ങളിലൊക്കെ ആ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട്. ജീവിത പങ്കാളിയുടെ കുറവ് കാണുമ്പോൾ അസ്വസ്ഥത ആവാറുണ്ട്. ഈശോ പറയാണ്, നിങ്ങൾക്ക് ദൈവകൃപയോടെ ഈ ദാമ്പത്യ ജീവിതം പൂർത്തീകരിക്കാൻ സാധിക്കണമെങ്കിൽ എൻ്റെ കൃപയില്ലാതെ പറ്റില്ല. ഓരോ നാളും ഈ കൃപയുടെ അടുത്തേക്ക് വരാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമ്മൾ കൂടുതൽ അനുഗ്രഹത്തിൽ നിറയപ്പെടുക. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദൗത്യം സ്വീകരിക്കുന്നവരാണ്. നമ്മളായിരിക്കുന്ന കുടുംബത്തിലായിരിക്കാം, ജോലി ചെയ്യുന്നിടത്തായിരിക്കാം, ഇടവകയിൽ നമുക്ക് ലഭിക്കുന്ന ചില ശുശ്രൂഷകളായിരിക്കാം. ഓരോ ദൗത്യം പൂർത്തീകരിക്കാൻ നമ്മുടെ കഴിവ് കൊണ്ടും അറിവ് കൊണ്ടും അത് സാധിക്കുകയില്ല. മറിച്ച് ദൈവകൃപ നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ് നമുക്ക് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കാം. ദൈവകൃപയിൽ നിറയണമെങ്കിൽ ദൈവവിചാരം ആവശ്യമാണ്. വിവാഹമെന്ന കൂദാശയിൽ ഭാര്യ ഭർത്താക്കന്മാർ ബലിപീഠത്തിനടുത്ത് ഒരു ഉടമ്പടി എടുക്കുന്നുണ്ട്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് സ്നേഹത്തിൽ ജീവിക്കുമെന്ന്. പലപ്പോഴും ജീവിത പങ്കാളിയുടെ കുറവ് കാണുമ്പോൾ, ആള് വേണ്ട രീതിയിൽ നമ്മളെ സ്നേഹിക്കാതെ അറിയുമ്പോൾ, എടുത്ത വിശ്വസ്തതയിൽ അവർ മാറി നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാവാറുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതങ്ങൾ കൂടുതൽ തകർച്ചയിലേക്ക് പോകാറുണ്ട്. തിരിച്ച് ദൈവകൃപയ്ക്ക് അടുത്ത് വരാതെ നമുക്ക് സാധിക്കില്ല. നമ്മൾ യൗസേപ്പ് പിതാവിനെ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറവുകളും പോരായ്മകളും കേൾക്കുമ്പോൾ യൗസേപ്പ് പിതാവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. യൗസേപ്പ് പിതാവ് ദൈവത്തോട് ആലോചന ചോദിച്ചു എന്നാണ് വചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തണേ. ദാമ്പത്യ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ കൃപ സ്വീകരിക്കാതെ പറ്റില്ല. ഈ ബലിപീഠത്തിനടുത്ത് തന്നെ നമ്മൾ വരണം. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പറ്റാതെ അസ്വസ്ഥമായി നടക്കുന്നത് കാണാറുണ്ട്. മാമുദീസയുടെ സ്ഥൈര്യത സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നിറയുമ്പോൾ നന്നായി പഠിക്കാനും വിശുദ്ധി ജീവിക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കും. ഓരോ നാളും കൂദാശയോടെ ലഭിക്കുന്ന കൃപകളെ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ അനുഗ്രഹമുള്ളതാക്കി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. ഈശോയെ, അങ്ങ് നൽകിയ ഈ ജീവിതത്തിൽ ഓരോ നാളും കുറേ ദൗത്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. ആ ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കാൻ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടോ സാധിക്കില്ല. അതിലുപരിയായിട്ട്
നിന്റെ കൃപയാണ് ഞങ്ങളെ വഴി നടത്തണേ. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ കർത്താവിന് മുമ്പിൽ എളിമയോടെ നിന്ന് ആ കൃപ സ്വീകരിച്ച് ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെ ശക്തിപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും അവരുടെ ജീവിത മേഖലയോടും ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള കൃപയായി ഉണ്ടാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.